അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ. ഈ ഓപ്ഷനെ കുറിച്ചാണ്. ടാലിയിലെ കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താണ് കോസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഒരുപാട് ജോലിക്കാരുണ്ട്, ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ സാലറിയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ഇന്ന വ്യക്തികൾക്കാണ് നമ്മൾ സാലറി കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന എംപ്ലോയീസിനാണ് നമ്മൾ സാലറി കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽസിനെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ കോസ്റ്റ് കാറ്റഗറി കോസ്റ്റ് സെൻറ്റർ ഉപയോഗിക്കുന്നത്. ഇനി ഇങ്ങനെ പേയ്മെൻറ്റുകൾ മാത്രമല്ല, റെസിപ്റ്റുകളും സംഭവിക്കാം. നമുക്കിപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്. ഈ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് റെൻറ്റ് കിട്ടുന്നുണ്ട്. ഈ റെൻറ്റ് റിസീവ് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ കാണിക്കാനും നമുക്ക് എന്തുപയോഗിക്കാം? കോസ്റ്റ് കാറ്റഗറി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. കോസ്റ്റ് കാറ്റഗറി ആൻഡ് കോസ്റ്റ് സെൻറ്റർ. നമുക്ക് കമ്പനിയുടെ പേരിന് ഞാൻ തൽക്കാലം ഇത് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്തിട്ട് ഞാൻ സാധാ പോലെ സേവ് ചെയ്യുക. നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്കാരാണ് സെയിൽസ്മാൻ, ക്ലർക്ക്, മാനേജർ, സെക്യൂരിറ്റി, ഇങ്ങനെയുള്ള ആളുകൾ. അതുപോലെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസ് മാനേജർ ഉണ്ട്, അതേപോലെ ഡ്രൈവർ ഉണ്ട്, അവിടെ സെക്യൂരിറ്റി വരുന്നുണ്ട്, ക്ലർക്ക് വരുന്നുണ്ട്, അക്കൗണ്ടൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ജോലിക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ അതിൽ നമ്മൾ എടുത്തത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട ആളുകളെയാണ് അല്ലേ. അപ്പോൾ ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നതാണ് അതിൽ ഏറ്റവും വലിയൊരു ഗ്രൂപ്പ്. അതിൻ്റെ കീഴിലാണ് ഈ സബ്ബായിട്ട് വരുന്നതാണ് ഈ സെയിൽസ്മാൻ, ക്ലർക്ക്, മാനേജർ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ സബ്ബായിട്ട് വരുന്നതാണ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. മെയിൻ ഗ്രൂപ്പിനെയാണ് നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ കാറ്റഗറീൻ്റെ ഉള്ളിലാണ് നമുക്ക് സെൻറ്ററായിട്ട് വരിക. അപ്പോൾ നോക്കുക എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്യാം. F11 എന്ന് പറയുന്ന ബട്ടൺ, F11 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ F11 വരിക, F11 F1 വരിക. അപ്പോൾ F11 എന്ന് പറയുന്ന ബട്ടൺ അടിക്കുക. F11 ഫീച്ചേഴ്സ് എന്ന ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാവും F1 എന്ന് പറഞ്ഞ ബട്ടൺ. ആ F1 അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനോ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, F1 അടിക്കുകയാണ്. F1 അടിക്കുമ്പോൾ അതിലുണ്ടാവും മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ യെസ് ആക്കുക. അതുപോലെ തന്നെയാണ് നമുക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ യൂസ് കോസ്റ്റ് സെൻറ്റർ ഫോർ ജോബ് കോസ്റ്റിംഗ്. ഇതിപ്പോൾ നമുക്ക് ആവശ്യമില്ല, ഇത് ജോബ് കോസ്റ്റിനൊക്കെ നമുക്ക് ചെയ്യാനാണ് ആവശ്യം. ഇപ്പം മെയിൻറ്റെയിൻ മോർ ദാൻ 1 പേറോൾ കോസ്റ്റ് കാറ്റഗറി പറഞ്ഞ ഒരു ഓപ്ഷനും കൂടി നമുക്ക് അവിടെ കാണാം. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് നമ്മൾ എസ് കൊടുക്കേണ്ടത്. അതൊക്കെയാണ്, ഒന്ന് മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ അടുത്തത് മെയിൻറ്റെയിൻ മോർ ദാൻ 1 പേറോൾ ഓർ കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് ഓപ്ഷൻസാണ് നമ്മൾ എസ് കൊടുക്കേണ്ടത്. അങ്ങനെ എസ് കൊടുക്കുക, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്യുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് ചെയ്യാൻ പോവാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആദ്യം കോസ്റ്റ് കാറ്റഗറി നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ നേരെ അക്കൗണ്ട്സ് ഇൻഫോയിൽ പോവുക. അക്കൗണ്ട്സ് ഇൻഫോയിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും കോസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്നു. കോസ്റ്റ് കാറ്റഗറിയിൽ വരിക, ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തൽക്കാലം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ നേരത്തെ നൽകിയിരുന്നത് അല്ലേ, അതായത് കാറ്റഗറി ആയിട്ട്. അപ്പോൾ കോസ്റ്റ് കാറ്റഗറി ആയിട്ട് ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തു. നേരെ എൻ്റർ ചെയ്യുക. ഇവിടെ വേറെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒന്നും ചെയ്യാനില്ല, നേരെ എൻ്റർ ചെയ്യുക. ഇനി എസ്കേപ്പ് അടിക്കുക. എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോസ്റ്റ് കാറ്റഗറി ഞാൻ ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഒരു കാറ്റഗറി ഉണ്ടാവുള്ളൂ, അതിൻ്റെ കീഴിലാണ് നമുക്ക് സെൻറ്ററുകൾ വരിക. അപ്പോൾ നമ്മൾ സെൻറ്റർ കൊടുക്കുക. കോസ്റ്റ് കാറ്റഗറിൻ്റെ തൊട്ട് താഴെ ഉണ്ട് സെൻറ്റർ, കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കാറ്റഗറി പറഞ്ഞൊരു ഓപ്ഷൻ മുകളിൽ കാണിക്കുന്നുണ്ട് കോസ്റ്റ് സെൻറ്ററിൽ. അവിടെ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ഇപ്പോൾ വന്ന് കിടക്കുന്നത്. നമുക്ക് എന്താക്കി കൊടുക്കാം, നമുക്ക് സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വരും. കാരണം നമുക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ പ്രൈമറി കോസ്റ്റ് കാറ്റഗറി? പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ടാലിയിൽ ഓൾറെഡി ഉള്ള ഒരു കാറ്റഗറിയാണ്, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡീഫാൾട്ട് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്.
പ്രൈമറി കോസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കാറ്റഗറി തരാതെ സെൻറ്റർ മാത്രമേ തന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കാറ്റഗറിനെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ സെൻറ്ററിൽ വന്നാൽ മതി. സെൻറ്ററിൽ വരുമ്പം നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, പ്രൈമറി കോസ്റ്റ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്ന് ഏതൊക്കെയാണോ സെൻറ്ററുകൾ അത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നു. ഞാൻ കൊടുക്കുകയാണ് ഇവിടെ പിന്നെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട ആരൊക്കെയാണ്. ഒന്ന് സെയിൽസ്മാനെ നമ്മൾ സെലക്ട് ചെയ്യാം. സെയിൽസ്മാൻ സെലക്ട് ചെയ്യുന്നു, നേരെ എൻ്റർ ചെയ്യുക, സേവ് ചെയ്യാം. അതുപോലെ തന്നെയാണ് പിന്നെ അടുത്തത് ക്ലർക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അതുപോലെ ക്ലർക്ക് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻറ്റ് കൊടുത്തു. പിന്നെ മാനേജറെ കൊടുക്കാം. പിന്നെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ കൊടുക്കാം. എക്സിക്യൂട്ടീവ് കൊടുത്തു, നേരെ എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതും സേവ് ചെയ്തു. അങ്ങനെ അത് സേവ് ചെയ്ത ശേഷം നേരെ എന്ത് ചെയ്തു, എസ്കേപ്പ് ചെയ്ത ശേഷം അപ്പോൾ നമ്മൾ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അവർക്ക് സാലറി കൊടുക്കാൻ പോവാണ്. സാലറി കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറി പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെബിറ്റായിട്ട് നമ്മൾ സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. സാലറീൻ്റെ എൻട്രി നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുക. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു നേരത്തെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഓപ്ഷൻ, നമ്മൾ സാലറിയോ അങ്ങനെ എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ ഇതുവരെ കണ്ടിട്ടില്ല. കോസ്റ്റ് സെൻറ്റർ അപ്ലിക്കബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇത് എസ് ആയിട്ട് തന്നെ അവിടെ എടുക്കണം. കാരണം ഇതിന് നമ്മൾ കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറി ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നോക്കി വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ട് അത് എസ് തന്നെയാണോ നോക്കുക. എസ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട, നേരെ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ തൽക്കാലം 45,000 നമ്മൾ സാലറി കൊടുക്കുകയാണ്. ഇവിടെ സാലറി കാണും 45-കാട്ട് നല്ലൊരു 75 കൊടുക്കുക. 75 ടോട്ടലി സാലറി നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എൻട്രി ചെയ്യുന്ന സമയത്താണ് ഇവിടെ നമ്മളോട് ചോദിക്കുന്നു കോസ്റ്റ് കാറ്റഗറി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് ആദ്യം. പിന്നെ അതിന് ശേഷം കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്പേസ് ബട്ടൺ അടിക്കുമ്പോൾ അതിലുണ്ടാവും നമ്മൾ കൊടുത്ത സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വരും, സെലക്ട് ചെയ്യുക. ഇനി അതിൻ്റെ താഴെ നമ്മൾ കൊടുത്തതൊക്കെ വീണ്ടും സ്പേസ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ വരും അക്കൗണ്ടൻറ്റിന് എത്ര നമ്മൾ കൊടുക്കുന്ന സാലറി എന്ന് വെച്ചാൽ അത് കാണിക്കും. ഞാൻ കൊടുക്കുന്ന അക്കൗണ്ടൻറ്റിന് 20,000 ആണ് കൊടുക്കുന്നത്. അടുത്തത് ക്ലർക്ക് കൊടുക്കുക. ക്ലർക്കിന് 12,000 കൊടുത്തു. അടുത്തത് മാനേജറാണ്. മാനേജറിന് ഞാൻ 25,000 ആണ് കൊടുക്കുന്നത്. അടുത്തത് സെയിൽസ് എക്സിക്യൂട്ടീവിന് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഒരു 16,000 കൊടുത്തു, 16,000 കൊടുത്തു. ഇനി അടുത്തതായിട്ട് കൊടുക്കുന്നത് സെയിൽസ്മാനാണ്. ബാക്കി എമൗണ്ട് നമ്മൾ സെയിൽസ്മാനും കാണിച്ചു കഴിഞ്ഞു. നേരെ എൻട്രി ചെയ്യുക. അപ്പോൾ ടോട്ടൽ 75,000 വന്നിട്ടുണ്ട് ഇവിടെ സാലറി എന്ന് പറയുന്നത്. നേരെ എൻട്രി ചെയ്യുക. എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടും ഡെബിറ്റാണ്. നമുക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടാണ് വരിക. നമുക്കറിയാം സാധാരണ ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷിനെയാണ് നമ്മൾ ക്യാഷ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. സാലറി നമ്മൾ കൊടുത്തത് 75,000 ആണ്. പക്ഷേ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെട്ട അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ്മാൻ ഇവ എന്ത് ചെയ്തു സാലറി ആയിട്ട് കൊടുത്തു. ഒന്ന് ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടും കൊടുത്തു കഴിഞ്ഞ് നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം. ഇവിടെ നമുക്ക് ക്യാഷ് നെഗറ്റീവ് ബാലൻസ് ആയിട്ടാണ് കാണിക്കേണ്ടത്. കാരണം നമ്മൾ ക്യാഷ് ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് 75,000 ഇപ്പോൾ മൈനസ് ബാലൻസ് ആണ് ക്യാഷ് നമ്മളെ കയ്യിൽ. ഇതുപോലെയാണ് ബാക്കിയുള്ളതൊക്കെ കാണിക്കേണ്ടത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ റെൻറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ കാണിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു റെൻറ്റിൻ്റെ കേസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അക്കൗണ്ട്സ് ഇൻഫോയിൽ കോസ്റ്റ് കാറ്റഗറിയിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക. ഞാൻ കൊടുത്തു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ബിൽഡിംഗ് എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തിട്ട് നേരെ വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോസ്റ്റ് സെൻറ്ററിൽ വരിക, ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മോട് അവിടെ ചോദിക്കുന്നത് പിന്നെ ഏതൊക്കെ ബിൽഡിങ്ങിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ബിൽഡിംഗ് ആണ്. സെൻറ്ററായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുക ബിൽഡിംഗ് 1 എന്ന് കൊടുത്തു. ബിൽഡിംഗ് 1, മറ്റൊന്ന് കൊടുക്കേണ്ടത് ബിൽഡിംഗ് 2, മറ്റൊന്ന് കൊടുക്കേണ്ടത് ബിൽഡിംഗ് 3. 3 ബിൽഡിങ്ങിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇനി കാണിക്കേണ്ട അതിൻ്റെ റെൻറ്റിനെയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ പേയ്മെൻറ്റിൽ വരിക. പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ റെസിപ്റ്റിൻ്റെ ആണ് കാണിക്കേണ്ടത് വെച്ചെങ്കിൽ റെൻറ്റ് റെസീവിനെ കാണിക്കാം. നമുക്ക് F6 Alt C അടിച്ചു നമ്മൾ എന്ത് ചെയ്യും, റെൻറ്റ് റെസീവ്ഡിനെ കാണിക്കാം. എന്നാൽ പിന്നെ റെസിപ്റ്റ് എങ്ങനെ വരിക എന്നുള്ളത് അറിയാം. റെൻറ്റ് റെസീവ്ഡ് എന്നുള്ളത് വന്നിട്ട് ഇൻഡയറക്റ്റ് ഇൻകം
ഡയറക്റ്റ് ഇൻകം കൊടുത്തു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആർ അപ്ലിക്കബിൾ ഡെസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ മാത്രമേ നമ്മൾ നോക്കിടാൻ പാടുള്ളൂ. ഞാനവിടെ കൊടുക്കുകയാണ് റെൻറ്റ്. ഞാനിവിടെ 6000 കാണിച്ചു. സെലക്ട് ചെയ്യുക. ബിൽഡിങ്ങിൻ്റെ റെൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ബിൽഡിംഗ് 1. ബിൽഡിംഗ് 1-ൽ നിന്ന് നമുക്ക് 2000 കിട്ടി. ബിൽഡിംഗ് 2-ന്നും 2000 കിട്ടി. ബാക്കി നമുക്ക് വീണ്ടും 2000. അപ്പോൾ കണ്ട നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറി. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഓൾറെഡി നമ്മൾ എസ് ആക്കി കൊടുക്കുക. എസ് ആക്കി F11-ലാണ് എസ് ആക്കി കൊടുക്കേണ്ടത്. എസ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമുള്ള അക്കൗണ്ട്സ് ഇൻഫോയിലുണ്ടാവും കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും കാണിക്കുന്നത്. പിന്നെ അതേസമയം നമ്മൾ പിന്നെ ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ പറഞ്ഞു കോസ്റ്റ് സെൻറ്റർ അപ്ലിക്കബിൾ എപ്പോഴും എസ് ആയിട്ട് കിടക്കണം. ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇവിടെ നോക്കിയിടണം, അല്ലെങ്കിൽ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു അക്കൗണ്ട് കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറി ആവശ്യമില്ല, പക്ഷേ നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനും കോസ്റ്റ് സെൻറ്ററും കോസ്റ്റ് കാറ്റഗറി ആയിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് നോക്കിയിടണം ആവശ്യമില്ലെങ്കിൽ. ആവശ്യമുള്ളപ്പോൾ മാത്രം എസ് ആക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിന് നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, ഡിസ്പ്ലേയിൽ പോവുക. ഡിസ്പ്ലേയിൽ ഉണ്ടാവും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ വരിക, കോസ്റ്റ് സെൻറ്ററിൽ വരിക. അങ്ങനെ കോസ്റ്റ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവും കാറ്റഗറി സമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. ഇത് നമുക്ക് ബിൽഡിങ്ങിൻ്റെ റിസീവ് ചെയ്താണ് റെൻറ്റ്, അതുകൊണ്ടാണ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്, ഇൻകം ആയതുകൊണ്ട്. ഇത് എക്സ്പെൻസ് ആണ്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ളത് സാലറി മേലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഓരോന്നിനും കൊടുത്ത കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ പറ്റും. ഏത് ഡേറ്റിനാണ് നമ്മൾ സാലറി കൊടുത്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ഇതിങ്ങനെ എൻ്റർ അടിച്ച് പോന്നാൽ മതി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ.